പേൾ വൈറ്റിൽ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്ന ഒരു സാരി കേട്ടോ ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. ഒരു റോസ് ഗോൾഡും ബ്ലാക്കും കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നു. സൈഡും ഇങ്ങനെയാട്ടോ വരിക. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കിൽ പ്രീമിയം കളക്ഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. 3585 ആണ്. മൽച്ചന്തേരിയിലാണ്. നന്നായിട്ട് ഒതുങ്ങി കിടക്കും. നമുക്ക് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ഒരു സാരി വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസിൻ്റെ സൈഡ് സ്കാലപ്പ് വർക്ക് വരുന്നു. ഇത് സിൽക്കി കോട്ടയിലെ ആപ്ലിക് വർക്കാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഓൾ ഓവർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ചെറിയൊരു കോട്ടൺ ആയിട്ടാണ് വരിക. 2909 ഈ സാരി വന്നിരിക്കുന്നത്. സൈഡ് ഫുള്ളായിട്ടും സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഇതുണ്ടോ, ഫുള്ളായിട്ടും ആപ്ലിക് വർക്കാണ് ഇതിൽ വരിക. ഒരു ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ് അത്ര പ്യുവർ അല്ല, സ്വല്പം ഓഫ് വൈറ്റ് ആയിട്ടാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഫ്ലവറിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നതെന്നും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരിക. ഇതും സിൽക്കി കോട്ടയിൽ തന്നെ സൈഡ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നു. ഈ ബ്ലൗസ് പീസിൻ്റെ ഇതുണ്ടോ, ഇച്ചിരി സ്വല്പം കോട്ടൺ ആയിട്ടാട്ടോ ബ്ലൗസ് പീസ് വരിക. ഈ മെറ്റീരിയലെല്ലാം ഇച്ചിരി കോട്ടൺ ആയിട്ടാണ് വരിക. ഇത് നല്ല സിൽക്കി കോട്ടയിൽ ഫുള്ളായിട്ടും ആപ്ലിക് വർക്കാണ് വരിക. 2909 റേറ്റിലാണ്. സൈഡ് ഫുള്ള് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ബോഡി പാർട്ടിലും ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക്. നമുക്ക് ഏതൊരു ഫംഗ്ഷനായാലും, അതായത് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂണിഫോമായിട്ടും ഇത് വെയർ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതുപോലെ വെയർ ചെയ്യാനും എളുപ്പമാണ്. സിൽക്കി കോട്ടയല്ലേ, ഇപ്പോൾ നമുക്കിത് വാഷ് ചെയ്യണതിനും പ്രോബ്ലം ഇല്ല. പിന്നെ ഹാഫായിട്ടും ആപ്ലിക് വർക്ക് വരുന്നുണ്ട്.